ഹായ് ഹലോ. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയാലോ. വളരെ ഈസി ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ്. അതിനായിട്ട് നമുക്ക് അരി കുറച്ച് നേരം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അല്പം മസാലയൊക്കെ ഇട്ട് അത് നമ്മുടെ വേവിനനുസരിച്ച് അത് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിലേക്ക് വെക്കാം. ആ പാനിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുക. ആ നെയ്യിലേക്ക് നമ്മൾ വെജിറ്റബിൾസായിട്ട് ബീൻസും സബോളയും ക്യാരറ്റും എന്നിവയാണ് ചേർക്കുന്നത്. അത് ആ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുക. ആ നെയ്യിലേക്ക് ഇട്ടതിന് ശേഷം അത് നമുക്ക് ഒരല്പം ഉപ്പ് പൊടിയും കൂടി ചേർത്ത് അത് ഒരു അല്പം ഉപ്പ് പൊടി ചേർത്താൽ മതി. അത് നന്നായിട്ട് നമുക്ക് വഴറ്റി എടുത്ത് നല്ല നന്നായിട്ട് അതിൻ്റെ പച്ചപ്പും അതിൻ്റെ ഒരു ചെറിയ വേവാകുന്നിടം വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാം. അത് ഞാൻ ബിരിയാണി മസാലയാണ് ആഡ് ചെയ്യുന്നത്. ആ ബിരിയാണി മസാല അതിലേക്ക് ഇട്ട് കൊടുത്ത് തീ വളരെ സിമ്മിലിട്ട് നമുക്കത് ആ മസാല വെജിറ്റബിൾസുമായിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി നമുക്ക് ചോറ് കുറേശ്ശെ ഇട്ട് മസാലയുമായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. വളരെ എളുപ്പത്തിൽ ഈസി ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ്. അത് മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ എളുപ്പമായിട്ട് നമുക്ക് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ എളുപ്പമാണ്. അപ്പം ഈ ബിരിയാണി മസാല ആഡ് ചെയ്യുന്നതുകൊണ്ട് അതിനൊരു ബിരിയാണി ഫ്ലേവറും വരും. വളരെ ടേസ്റ്റിയാണ്. എല്ലാ മക്കൾക്കും വലിയ എരിവും വരത്തില്ല. അപ്പം മക്കൾക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള ചോറും കൂടെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്കത് മസാലയുമായിട്ട് ചേർത്ത് കൊടുക്കും. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് സോയാ സോസോ ടൊമാറ്റോ സോസോ എന്നിവ ഇടാം. പക്ഷേ ഞാനിതിൽ അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല. ഞാനൊരു അല്പം ബിരിയാണി മസാല മാത്രമാണ് ചേർക്കുന്നത്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ചോറുകൂടെ അതിലേക്ക് ഇട്ട് ഇളക്കി അങ്ങനെ നമുക്ക് ഫ്രൈഡ് റൈസ് ഇളക്കി നല്ല സൂപ്പർ ടേസ്റ്റിയോടുകൂടി എടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും വീട്ടിൽ മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്ത് നോക്കണം. അതുപോലെ ഞാൻ ഒത്തിരി വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. നിങ്ങളെൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും കാണണം, എന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇതുപോലുള്ള എളുപ്പത്തിലുള്ള ഫ്രൈഡ് റൈസിൻ്റെയും ബിരിയാണിയുടെയും പല വെറൈറ്റി ഫുഡ് ഐറ്റംസിൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതിനുശേഷം അത് ലാസ്റ്റ് നമുക്കത് ഗാർണിഷ് ചെയ്യാനായിട്ട് അതിലേക്കൊരു അല്പം നെയ്യൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ സൂൺ. കീപ് വാച്ചിങ്.